ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണ് അല്ലേ? ഒരു രക്ഷയില്ല. സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല അല്ലേ? പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ദുരന്തങ്ങൾ അടിക്കടിക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്നുള്ള ഒരു പ്രശ്നം നാളേക്ക് വരുമ്പോഴോ പ്രശ്നം കുറയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള സമാധാനം നാളേക്ക് കുറയുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ കുറയുന്നില്ല, അത് കൂടുകയാണ്. ഇന്നുള്ള ഓരോ വിഷയങ്ങളും നാളേക്ക് വരുമ്പോൾ അത് വലുതായി കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം മാത്രമാണ് ഇങ്ങനെ. എൻ്റെ ജീവിതം എന്തെങ്ങനെ ദുരന്തത്തിലായത്? എന്താ ചെയ്യുക? എൻ്റെ ജീവിതം എനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. എനിക്ക് നന്നായി സംസാരിക്കുവാൻ, നല്ല കാര്യങ്ങൾ ഇടപഴകുവാൻ, നല്ല കാര്യങ്ങൾ ആശയവിനിമയം നടത്തുവാൻ എനിക്കൊരു സുഹൃത്തിനെ കിട്ടുമോ? എനിക്ക് പ്രേമിക്കാൻ എനിക്കിതുവരെ പ്രേമിക്കാൻ ഒരു പെണ്ണില്ല. എനിക്കൊരു പെണ്ണിനെ കിട്ടുമോ അല്ലേ? എനിക്കൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് എനിക്ക് ഒന്നുകൂടെ എനർജി ആയിരിക്കും സംസാരിക്കാൻ. എനിക്ക് പ്രേമിക്കാൻ ഒരു പയ്യനെ കിട്ടിയാൽ ഒരു പക്ഷേ എനിക്ക് ഒന്നുകൂടെയൊക്കെ കാര്യങ്ങൾ ഒരിക്കലും സ്മൂത്തായിട്ട് പോകും അല്ലേ? എനിക്ക് മാത്രം പ്രണയമില്ല, അവന് മാത്രം, അവൾക്കൊക്കെ പ്രണയമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ ലാളിത്യം, അവരെ സ്നേഹം ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആവേശമൊക്കെ തോന്നുന്നു. പക്ഷേ എനിക്ക് മാത്രം ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് സമ്പാദ്യമില്ല. മീൻസ് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും നല്ല സമ്പാദ്യമുണ്ട്. എൻ്റെ അവനക്ക് ലക്ഷറി വണ്ടി, കാറ്, ജീപ്പ് അല്ലേ, എല്ലാം ഉണ്ട്. അവന് വീടായി, അവന് സ്ഥലം മേടിച്ചു, അവൻ എല്ലാം ആയി, കുട്ടികളായി, മക്കളായി, ഭാര്യ എല്ലാം ആയി. പക്ഷേ എനിക്ക് മാത്രം ഒന്നും ആയില്ല. ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി. എനിക്കിങ്ങനെ എപ്പോഴാണ് എൻ്റെ ജീവിതം ഒന്ന് ഡെവലപ്മെൻ്റ് ആവാൻ പറ്റുക? എൻ്റെ പഠനമാണെങ്കിൽ പാതി വഴിയിൽ വെച്ച് നിന്നു അല്ലേ? എനിക്കൊന്ന് പഠിച്ച് മുഴുപ്പിച്ചാൽ മതിയായിരുന്നു. എന്ത് നടക്കുമോ? എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് യാത്ര പോകുന്നു. എനിക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? എൻ്റെ ജീവിതം മാത്രമാണോ ഇങ്ങനെ? എനിക്ക് നല്ല ഭക്ഷണം അല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല കുടുംബജീവിതം നയിക്കുന്നു. പക്ഷേ എനിക്ക് മാത്രം നല്ലതില്ല. പ്രശ്നങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതം. എനിക്ക് മാത്രം എന്തെങ്ങനെ ലഭിച്ചു അല്ലേ? ഇതിങ്ങനെ ആയിരിക്കും പലപ്പോഴും. എൻ്റെ കൂട്ടുകാർക്ക് നല്ല ഫോണുണ്ട്, ഐഫോൺ അല്ലേ, ലക്ഷറി അല്ലേ, അവർക്ക് കാറ്, ജീപ്പ് അല്ലേ, അവർക്ക് എന്തെങ്കിലും നല്ല ഫോണ്, കമ്പ്യൂട്ടർ അല്ലേ, ജീവിതം അടിപൊളിയാണ്. എപ്പോഴും അവർക്ക് സംസാരിക്കാൻ ആളുകളുണ്ട്. എനിക്ക് മാത്രം സംസാരിക്കാൻ ആളുകളില്ല. എനിക്ക് നല്ല ഫോണില്ല, എനിക്ക് നല്ല ആശയവിനിമയം നടത്താൻ ആളുകളില്ല, എനിക്ക് സഞ്ചരിക്കാൻ, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആളില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ. എൻ്റെ ജീവിതം മാത്രമാണ് എങ്ങനെ ആയത് അല്ലേ? ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ ചിന്തിക്കരുത്. അതായത് നമുക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത് അല്ലേ? നമുക്ക് ആരോഗ്യമുണ്ട്, സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, കാഴ്ച ശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, തലയിൽ നല്ല ഭംഗിയാർന്ന മുടിയുണ്ട് അല്ലേ? സമ്പാദ്യമുണ്ട്, മുടിയില്ല. സമ്പാദ്യമുണ്ട്, കാഴ്ച കുറവാണ്. സമ്പാദ്യമുണ്ട്, പ്രമേഹരോഗിയാണ്. ഒരു മധുരമുള്ള ചായ പോലും കുടിക്കാൻ പറ്റില്ല. ഒരു മധുരം പോലുള്ള വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ? സമ്പാദ്യമുണ്ട്, വീൽ ചെയറിലാണ് പോകുന്നത്. സമ്പാദ്യമുണ്ട് അല്ലേ? മാനസിക വിഭ്രാന്തി, ബുദ്ധിമുട്ടാണുള്ളത്. സമ്പാദ്യമുണ്ട്, സമാധാനമില്ല അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവരെക്കാൾ എത്രയോ അല്ലേ ദൈവം നമുക്ക് കരുണ തന്നിട്ടുണ്ട്. ആരോഗ്യമുണ്ട്, സംസാരിക്കാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, ഓടാൻ പറ്റുന്നു, ചിന്തിക്കാൻ പറ്റുന്നു അല്ലേ? കാഴ്ചശക്തിയുണ്ട്, മുടിയുണ്ട്, തലയുണ്ട്, ചെവിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, ശ്വസന അല്ലേ, മൂക്കിന് യാതൊരു കുഴപ്പമില്ല, ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് പെണ്ണില്ല, എനിക്ക് എനിക്ക് ചെക്കനില്ല, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് നല്ലൊരു ഫോണില്ല, അല്ലെങ്കിൽ എനിക്ക് സമ്പാദ്യമില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്ക് നല്ലൊരു വണ്ടിയില്ല, എനിക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആളുകളില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതല്ലേ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇത്രയധികം നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മുടെ ജീവിതം ഇങ്ങനെ വെറുതെ കൊണ്ടേ കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ജീവിതത്തിൽ നമുക്ക് എന്താണോ ഇല്ലാത്തത് അതൊക്കെ നേടിയെടുക്കാനുള്ള കഴിവ് നമുക്ക് ഗോഡ് തന്നിട്ടുണ്ട്. പക്ഷെ ആ കഴിവിനെ നമുക്ക് നേടിയെടുക്കുവാനല്ല നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയോ ഉണ്ട്, പക്ഷെ അവർക്കുണ്ട്. പക്ഷെ അവർ എങ്ങനെയാണ് നേടിയെടുത്തത് എന്നതാണ് നമുക്കറിയാത്തത്. അതാണ് നമ്മൾ ചിന്തിക്കാത്തത്. മനസ്സിന് വളരെയധികം വിഷമമുണ്ട് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സിന് വല്ലാതെ വിഷമം സംഭവിക്കുകയാണ്, വളരെയധികം ടയേർഡ് അല്ലേ? ആ മാനസിക പ്രശ്നം എന്തൊക്കെയാണ് അറിയില്ല. ടെൻഷൻ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഈ ടെൻഷൻ എനിക്കെങ്ങനെ വന്നു? ഈ ടെൻഷൻ എനിക്ക് എന്നെ വിട്ടു പോവില്ലേ? എന്നെ കൊണ്ട് ടെൻഷൻ കടന്നു പോകുമോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആകുമോ? എൻ്റെ ജീവിതം വളരെയധികം പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്, മാനസിക വിഭ്രാന്തിയാണ്, പ്രശ്നമാണ്, ടെൻഷനാണ്. ഇത് എനിക്ക് ആകെ പ്രശ്നം, ഇന്നലെ വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്
ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ആ പ്രശ്നത്തെ പറിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യുന്ന, ആ പ്രശ്നം കൂടുതൽ കൂടുതൽ വലിയ പ്രശ്നമാക്കി മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് ഏറ്റവും വലിയ പ്രശ്നമാക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ കളറാണ്, അടിപൊളിയാണ്. ഈ ജീവിതം ഇനി നാളെ കിട്ടുമോ? ഇന്ന് കാണേണ്ട സംഭവം നമ്മൾ നാളെ കാണുമോ? അല്ലേ? കാണില്ല, അല്ലേ? ഇന്ന് നമ്മൾ മരിച്ചു പോയി വിചാരിക്കുക, എന്താണ് ഒന്ന് ചെയ്തതൊന്ന് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ അടിക്കടിക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുകയും, പ്രശ്നങ്ങൾ എന്ത് തന്നെ നമുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുവാനും, അല്ലേ? ഒരു ഭാര്യയെ കിട്ടി, എനിക്കൊരു ഭാര്യയെ കിട്ടി. ആ ഭാര്യ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കുന്നില്ല. എൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ വിപരീതമായിട്ട് ആ പെൺകുട്ടി നിൽക്കുള്ളൂ. എനിക്കൊരു ഭാര്യയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഒരു ഭാര്യയ്ക്ക് നല്ലൊരു എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിനനുസരിച്ചല്ല ഞാൻ നിൽക്കുന്നത്. അവൾ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുന്നില്ല. അവൾക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? പേരിനൊരു ഭാര്യ, പേരിനൊരു ഭർത്താവ്, ഇതുള്ളൂ, അല്ലേ? പലർക്കും ഇതാണ്, പേരിനൊരു ഭാര്യ, പേരിനൊരു ഭർത്താവ്, ഇത്രയേ ഉള്ളൂ. അവരുടെ ജീവിതം കളറാണോ? പക്ഷേ അവരെക്കാൾ എത്രയോ കളറാണ് ഭാര്യ ഇല്ലാത്ത നമ്മൾ, ഭർത്താവില്ലാത്ത നമ്മൾ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, അല്ലേ? സ്വന്തം ഭാര്യയുടെ കൂടെ സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഹസ്ബൻഡ്, സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു ഹസ്ബൻഡ്, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്തൊരു ഭാര്യ, അല്ലേ? ഇവരെക്കാൾ എത്രയോ ബെറ്റർ അല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് ഭാര്യ ഇല്ലാത്ത നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ, അല്ലേ? ചിന്തിച്ച് നോക്കൂ. ധാരാളം സമ്പാദ്യമുണ്ട്. ഈ സമ്പാദ്യത്തിന് വേണ്ടി സ്വന്തം മക്കളെന്തിന് അടിപിടി കൂടുന്നു, അല്ലേ? കലപില കൂടുന്നു, അല്ലേ? സമ്പാദ്യമില്ലാത്ത ഒരാളുടെ അവസ്ഥ നോക്കൂ, എത്രയേ ഭംഗിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്, അല്ലേ? ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ, ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുക. ഉള്ളതിനോട് നമ്മൾ തൃപ്തിപ്പെടാൻ നോക്കുക. ഉള്ള ആരോഗ്യത്തിന് ദൈവത്തിനോട് നന്ദി പറയുക. ഉള്ള സന്തോഷത്തിന് ദൈവത്തിനോട് നന്ദി പറയുക. ഉള്ള ഉള്ള ബുദ്ധിശക്തിയോട് ദൈവത്തിനോട് നന്ദി പറയുക. എപ്പോഴും ദൈവവുമായി ഒരു കണക്റ്റഡ് ആവുക. മനസ്സിലായോ? എന്നിട്ട് എന്താണോ നമുക്കില്ലാത്തത് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. മനസ്സമാധാനം, അല്ലേ? ഇനി ഇവൻ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ നല്ല മനസ്സമാധാനം നൽകുന്ന ഒരു പുരുഷനാകുമെന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കല്യാണം കഴിയാത്തൊരു ഭാര്യയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് നല്ല മനസ്സമാധാനം നൽകുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മളെന്താ പറയുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ല കേട്ടോ. ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പോയിട്ട് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഞാൻ ഒന്ന് പോയിട്ട് നന്നായിട്ട് മദ്യം കുടിക്കാൻ വിചാരിക്കുക. മദ്യം കുടിക്കാത്ത ഒരാളാണ്. മദ്യം കുടിക്കുക വിചാരിക്കുക. ആർക്ക് പോയി? എനിക്ക് പോയി. മനസ്സിലായോ? എനിക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് എൻ്റെ മനസ്സമാധാനം കളഞ്ഞാൽ എനിക്ക് നഷ്ടമായി, അല്ലേ? മറ്റുള്ളൊരാൾക്കും സംഭവിക്കുന്നു. നമുക്ക് തോന്നലുണ്ട് ഞാനൊക്കെ 2 പെഗ്ഗടിച്ച്, അല്ല എന്താ പറയുക, ആൽക്കഹോളൊക്കെ ഉപയോഗിച്ച്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങാടി കൂടെയൊക്കെ ഇങ്ങനെ മറ്റു ആൾക്കാരുടെ മുന്നിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ഭയങ്കര സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയാം, നല്ല എന്താ പറയുക, ഒരു വണ്ടി എടുത്തിട്ട് നല്ലൊരു വിലപിടിപ്പുള്ള വണ്ടി എടുത്തിട്ട് അങ്ങാടി കൂടെ കണ്ട് ചീറിച്ച് പോയി കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത്. അതിലൊരു വണ്ടി എടുത്ത് അമിത വേഗതയിൽ പോയി അത് എവിടെയെങ്കിലും കൊണ്ട് കൊത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത്, അല്ലേ? അതുകൊണ്ട് വിവേകത്തോടെയുള്ള ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ജീവിതം എന്ന് പറയുന്നത് കളർഫുള്ളാണ്. ഇത് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് കുറവുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇനി കുറവുകൾ വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാം കേട്ടോ. ബൈ ബൈ.